നമ്മളിതാ ഹൈദരാബാദിലല്ലേ ഗോൾക്കൊണ്ട ഫോർട്ടില്ലേ, ഗോൾക്കൊണ്ട ഫോർട്ടിൻ്റെ തൊട്ടടുത്താണ് ഉള്ളത്. അതിൻ്റെ പാർക്കിംഗ് സെക്ഷനിലുള്ളത് ഇതാ കാണുന്ന മരത്തിൻ്റെ പുറകിലാണ് ഗോൾക്കൊണ്ട ഫോർട്ടിൻ്റെ ഭാഗം നമുക്ക് കാണാൻ പറ്റും. രാവിലെ തന്നെ നിറച്ച് പ്രാവ് കാര്യങ്ങളൊക്കെ ഉണ്ട്. ആഹാ, അടിപൊളി. ഇതാണ് അപ്പോൾ എൻട്രൻസ്. ടിക്കറ്റ് കൗണ്ടർ അവിടെ വരുന്നത്. അപ്പോൾ ടിക്കറ്റ് കൗണ്ടർ നമുക്ക് ഓൺലൈനിൽ എടുക്കാമായിരിക്കും. 25 റുപ്യ കേട്ടോ ടിക്കറ്റ് വരുന്നത്. ഓൺലൈനാണെങ്കിൽ 20 റുപ്യ ടിക്കറ്റ്. അപ്പോൾ നമുക്ക് അകത്തേക്ക് കയറാം കേട്ടോ. ഇതാണ് നമ്മുടെ എൻട്രൻസിൽ വരുന്ന ഒരു കോട്ടവാതി. അത്യാവശ്യം നല്ല ഏരിയയിലൊരു ഫോട്ടോ കേട്ടോ. വലിയ ഫോട്ടോ ആണ്. നോക്കിയത് നടന്ന് കാണാനുണ്ട്, ഇഷ്ടം പോലെയുണ്ട്. 1143 ഈ ഒരു കോട്ട ഉണ്ടാക്കിയെന്ന് പറയപ്പെടുന്നു കേട്ടോ. ഇവിടുന്ന് ചാർമിനാറിലേക്ക് ഒരു തുരങ്കം ഉണ്ടെന്നൊക്കെ പറയപ്പെടുന്നുണ്ട്, അറിയില്ല. ഇവിടെ ഒരു ചെറിയ മോസ്ക് ഉണ്ട് കേട്ടോ. മുകളിലൊരു വലിയ മോസ്ക് ഉണ്ട്, ഇതൊരു ചെറിയൊരു മോസ്കാണ്. ഫ്രണ്ടിൽ ചെറിയ വാട്ടർ സ്റ്റോറേജ് കാര്യമൊക്കെ ഉണ്ട്. ഇത് കുറേ സ്ഥലത്ത് ഞാൻ കണ്ടിട്ടുണ്ട് വാട്ടർ സ്റ്റോറേജ്. കൊള്ളാല്ലേ. ഇതിൻ്റെ സ്റ്റാർട്ടിങ്ങിൽ ഇതൊരു ജസ്റ്റ് ഒരു മഡ് കൊണ്ടുള്ള ചെറിയൊരു ഫോട്ടോ ആയിരുന്നു എന്നാണ് പറയപ്പെടുന്നത് കേട്ടോ. അതിന് ശേഷം കുത്തബ് ഷാഹി കിങ്സ് ആണ് ഇത്രയും വലിയ ഒരു ഫോട്ടോ ആയിട്ട് ഇത് കൺവേർട്ട് ചെയ്തത്. 1687 വരെ കുത്തബ് ഷാഹി കിങ്സ് ആണ് ഇത് ഭരിച്ചത്. നടന്ന് കാണാൻ ഒരുപാട് ഏരിയയുള്ളൊരു ഫോട്ടോ കേട്ടോ. ഇഷ്ടം പോലെയുണ്ട്. മുകളിൽ വരെ നടന്ന് കയറാനുണ്ട്. കിട്ടില്ല സാധനം കേട്ടോ, ഒന്നും പറയാനില്ല. ഓ, പഴയ ജനല് കാര്യങ്ങളൊക്കെ കാണാം. എല്ലാം കല്ലും കൊണ്ട് ഉണ്ടാക്കിയാണ് കേട്ടോ. ഇനി നമുക്ക് നടന്ന് അതിൻ്റെ മുകളിലേക്ക് ഇറങ്ങട്ടോ. പയ്യെ അങ്ങോട്ട് നീങ്ങാം. വെയിലായി തുടങ്ങി. ഇതൊക്കെ പണ്ടത്തെ കുറേ അവശിഷ്ടങ്ങളാണ്. എല്ലാത്തിൻ്റെ ചുമര് മാത്രമേ ഉള്ളൂ കേട്ടോ, വേറെ ഒന്നുമില്ല. ഇങ്ങോട്ടൊക്കെ ഉണ്ട് കാണാൻ. ദ മെയിൻ സെക്ഷൻ അങ്ങോട്ടാണ്, അതിൻ്റെ മുകളിലോട്ടാണ് കയറേണ്ടത്. ബാക്കി സാധനങ്ങളൊക്കെ അങ്ങോട്ടൊക്കെ ഉണ്ട്. ഒന്നിനും മേൾഭാഗമില്ല, മേൽക്കൂര കാര്യം ഒന്നുമില്ല. ഇത് കണ്ടോ, ഇവിടുന്ന് താഴോട്ട് നോക്കിക്കഴിഞ്ഞാൽ ഒന്നുമില്ല. എല്ലാം നശിച്ച് തുടങ്ങിയെന്നും പറയാം. ഒടുവിൽ ഔറംഗസേബ് ഭരിച്ച കാലത്താണ് ഇത്രയും കോട്ട നശിച്ചതെന്ന് പറയപ്പെടുന്നു കേട്ടോ. ഒരുപാട് ഏരിയയുള്ള നല്ലൊരു ഫോർട്ടാണ്, പക്ഷേ ഇത് അത്യാവശ്യം നശിച്ച നിലയിൽ തന്നെയാണ് കിടക്കുന്നത്. ഈ ഒരു ഏരിയ കാണാൻ നല്ല രസമാട്ടോ. ഇതിൻ്റെ മുകളിലെ വ്യൂ നമ്മളിപ്പോൾ കണ്ടത്. ഞാൻ ജസ്റ്റ് താഴോട്ട് ഇറങ്ങി വന്ന കേട്ടോ. നല്ല രസമുണ്ട്. എല്ലാം പൊളിഞ്ഞു വീണെങ്കിലും ഒരു ഭംഗിയുണ്ട്. മതിലിൻ്റെ ഹൈറ്റ് ഉണ്ട് ഞങ്ങൾ. നമ്മളെ സെൻട്രൽ ജയിലിൻ്റെ 2 ഇരട്ടിയുണ്ട്. അമ്മാതിരി ഹൈറ്റിലാണ് മതിലിനെ പണിതിട്ടില്ല. അല്ല, അതിൻ്റെ ബാക്ക് സൈഡാട്ടോ. കുറേയൊക്കെ ഇടിഞ്ഞു പോയി. എന്നാലും എത്ര പണിയെടുത്തുണ്ടാവില്ലേ, എത്ര കല്ല്. ഓ, നമ്മളെ മുകളിലേക്ക് നടന്നു കയറാം കേട്ടോ. കുറച്ച് കയറി മുകളിലേക്ക് കയറും തോറും നല്ല കാറ്റുണ്ട്. ഇനി അവിടെ വരെ എത്തണം. ഹൈറ്റ് കൂട്ടി അങ്ങനെ പണിതൊരു ഫോട്ടോ. കൊള്ളാം. ഇതൊരു ടൗണിൻ്റെ അകത്ത് തന്നെയാണ് കേട്ടോ വരുന്നത്. സാധാരണ ഫോട്ടോ എന്ന് പറയുമ്പോൾ ഒരു തീരപ്രദേശമോ ആളൊഴിഞ്ഞ സ്ഥലമൊക്കെ ഉണ്ടാവുക. എന്താണ് ഈ പാറകളെല്ലാം നിലനിർത്തിക്കൊണ്ട് തന്നെ അതിൻ്റെ മുകളിലാണ് ഇവർ ഉണ്ടാക്കിയിട്ടുള്ളത്.
നല്ല ഭംഗിയില്ല കാണാൻ. പഴയൊരു കല്ലുണ്ട് ഇവിടെ. അറബി അറിയുന്നവരാണെങ്കിൽ വായിച്ചോ, എന്താണെന്ന് എനിക്കും അറിയില്ല. ഇവിടെ നല്ല വ്യൂ ആട്ടോ. നമ്മളൊരു അമ്പലമൊക്കെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. ഇതൊക്കെ ഇപ്പം ഉണ്ടാക്കിയതായിരിക്കും. അങ്ങോട്ടെന്തോ ഉണ്ട്, മസ്ജിദാന്ന് തോന്നുന്നു. അവിടെ ഒരു മസ്ജിദ് ഉണ്ട്, ചെറുതാ. ഈ കാണുന്നതാണ് ഫോർട്ടിൻ്റെ ഏറ്റവും ടോപ്പിലുള്ള ബിൽഡിങ്. ഇത് നമുക്കൊരു എന്താ പറയുക, നമ്മളൊരു ടെറസിലൊക്കെ കയറി ഒരു ഫീൽ ഉണ്ടാവും. അതിൻ്റെ മുകളിൽ കയറി കഴിഞ്ഞാൽ അവിടുന്ന് നമുക്ക് താഴോട്ട് കാണാൻ പറ്റും. ഈ ഫുള്ള് സാധനം ഇരിക്കുന്നൊരു പാറേൻ്റെ വെള്ളം കേട്ടോ. ഇതാണ് ഫോർട്ടിൻ്റെ ഏറ്റവും വലിയ ടോപ്പ് കേട്ടോ. ഇവിടെ ഒരു ടെറസ് ഏരിയ ഉണ്ട്. ഇതെല്ലാം ഇരിക്കുന്ന ഒരു ഒരൊറ്റ കല്ലിന് മുകളിൽ കേട്ടോ. ഇവിടുന്ന് താഴോട്ടുള്ള വ്യൂ അടിപൊളിയാണ്. ഇത്രയും ഏരിയ ഉണ്ട് ഫോർട്ട്. നമ്മൾ നടന്നു വന്ന വഴിയാണ് അതൊക്കെ, താഴെ ഭാഗമൊക്കെ. അത്രയും ഏരിയ ഇങ്ങനെ വ്യാപിച്ച് കിടക്കുന്നൊരു ഫോർട്ടാണ്. കിട്ടില്ല ഫോട്ടോ കേട്ടോ. ഇതാ നമ്മളിവിടുന്ന് ഇറങ്ങും കേട്ടോ. ഇതാണ് അതിൻ്റെ ഏറ്റവും ടോപ്പ് പൊസിഷൻ. അവിടെ നിന്നുള്ള താഴത്തെ വ്യൂ അടിപൊളി കേട്ടോ. തിരിച്ചിറങ്ങും കേട്ടോ. ഇതാണ് നമ്മുടെ മസ്ജിദ് കേട്ടോ. ചെറിയൊരു മസ്ജിദാണ്, വലിയ ഇതൊന്നും പറയാനില്ല. മസ്ജിദിലേക്ക് എൻട്രി ഇല്ല കേട്ടോ. ഇവിടെ ഒരു ലോക്കേറ്റ് ഉണ്ട്. പുറത്തുനിന്നല്ല കാണാനേ പറ്റൂ. വൈ ഈ പോകുന്ന വഴിക്കൊരു വലിയൊരു കുളമുണ്ട് കേട്ടോ. ഇതിൻ്റെയൊക്കെ താഴെയായിട്ടാണ്. ഫുൾ കച്ചറയാണ്, കുപ്പിയും കാര്യങ്ങളും വലിച്ചു എറിഞ്ഞിട്ടുണ്ട് ആരൊക്കെയോ. ശരിക്കൊരു 2 മണിക്കൂർ എടുത്ത് കാണാനുള്ളത് കേട്ടോ ഫോർട്ട്. രാവിലെ എങ്ങനെ 9 മണിയാവും തുറക്കുമ്പോൾ. എങ്ങനെയായാലും വെയിൽ വരും. വൈകുന്നേരം ആയിരിക്കും കുറച്ചും കൂടി അടിപൊളി. വൈകുന്നേരം ആണെങ്കിൽ അധികം ചൂടൊന്നും ഇല്ലാണ്ട് നമുക്ക് കാണാൻ പറ്റും. എന്തായാലും കൊള്ളാം കേട്ടോ. കുറേ ഭാഗമൊക്കെ നശിച്ചിട്ടുണ്ടെങ്കിൽ അത്യാവശ്യം നല്ല ഏരിയ കാണാനുണ്ട്. നമ്മൾ ഇറങ്ങിയതാ താഴെ എത്തി, ഗ്രൗണ്ട് ലെവലിൽ എത്തി കേട്ടോ. അങ്ങോട്ട് പോയിട്ട് നമുക്കിനി അടുത്തത് ചാർമിനാർ കാണാനുണ്ട്. ചാർമിനാറിൻ്റെ അടുത്തേക്ക് ഇവിടുന്ന് ബസ്സുണ്ട്. നോക്കട്ടെ, ബസ്സിന് പോകുന്നതായിരിക്കും ഒരു രസം. നോക്കാം. ഒരുപാട് പക്ഷികളുണ്ട് ഇവിടെ. ഇരിക്കാൻ തന്നെ നല്ല സുഖമാട്ടോ, ഇങ്ങനെ പക്ഷികളെ കരച്ചിലൊക്കെ കേട്ട്. അങ്ങനെ നമ്മൾ എക്സിറ്റിലെത്തി കേട്ടോ. ഇതിൻ്റെ അപ്പുറത്തെ സൈഡിൽ കൂടെയാണ് നമ്മൾ കയറിപ്പോയത്. ശരിക്കും പോകേണ്ട ഇതിലാണ്. ഇത് നേരെ ഒരു വഴിയാണ്. നേരെ ഇങ്ങനെ കയറിപ്പോയത് കോട്ടൻ്റെ മുകളിലോട്ട് ഒറ്റ പോകട്ടോ. സ്റ്റെപ്പ് ഉണ്ട് അവിടം വരെ. നമ്മുടെ എക്സിറ്റിലായിട്ട് ഇതുപോലൊരു സംഭവം ഉണ്ട് കേട്ടോ. പഴയ വെയിറ്റ് ലിഫ്റ്റിംഗ് ഒക്കെ പോലത്തെ ഒരു സംഭവമാണ് ഇത്. 250 കിലോ അങ്ങനെ ഉണ്ട് ഇതിൻ്റെ വെയിറ്റ് എന്ന് പറഞ്ഞത്. അപ്പോൾ അവിടെ എല്ലാവരും എടുത്ത് ലിഫ്റ്റ് ചെയ്യാൻ ശ്രമിക്കുന്നുണ്ടായിരുന്നു. ഞാൻ ട്രൈ നടത്തിയില്ല. ട്രൈ നടത്തിയാൽ ചിലപ്പോൾ പൊക്കാൻ പറ്റുമെന്ന് എനിക്ക് തോന്നി. കണ്ടിട്ട് കുറേ ആൾക്കാർ പൊക്കുന്നുണ്ടായിരുന്നു, കുറേ ആൾക്കാർക്ക് പറ്റുന്നുണ്ടായില്ല. പിന്നെ ഞാൻ പിന്നെ ട്രൈ ചെയ്തില്ല. നമ്മളിതാ ഫോർട്ടിൻ്റെ എക്സിറ്റ് എത്തി കേട്ടോ. പുറത്തേക്ക് ഇറങ്ങാന്ന്. എന്തായാലും ഒരു അടിപൊളി ഫോട്ടോ ആയിരുന്നു കേട്ടോ. വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. അടുത്ത വീഡിയോ നമ്മൾ ചാർമിനാർ കാണാൻ പോകുന്നു. അപ്പോൾ ചാർമിനാറിൻ്റെ വീഡിയോ ആയിരിക്കും കേട്ടോ. അപ്പോൾ എല്ലാവർക്കും താങ്ക് യു, ബൈ.